ക്യൂ ആണോ? വള്ളമങ്ങ് ഫിനിഷിംഗ് പോയിന്റോട് അടുക്കുകയാണ്. അതിൽ ഒന്നാം ട്രാക്കിലുള്ളത് കരുവറ്റ പുത്തൻചുണ്ടനാണ്. BBM ബോട്ട് ക്ലബ്ബ് വൈശംഭാഗം തുഴയുന്ന കരുവറ്റ ചുണ്ടൻ. രണ്ടാം ട്രാക്കിൽ ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ് മങ്കമ്പ് തുഴയുന്ന ചെറുതന. മൂന്നാം ട്രാക്കിൽ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം തുഴയുന്ന നടുവിലെ പറമ്പൻ. നാലാം ട്രാക്കിൽ പായിപ്പാട് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പായിപ്പാടൻ നമ്പർ 2. ഇതിൽ ചെറുതന വള്ളം 2004 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള വള്ളമാണ്. നെഹ്റു ട്രോഫി നേടിയിട്ടില്ലാത്ത വള്ളങ്ങളാണ് ബാക്കി 3 പേരും. നമ്മൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് തന്നെ ആദ്യ കടുത്ത മത്സരമായിരുന്നു ചെറുതനയും നടുവിലെ പറമ്പനും തമ്മിൽ. വലിയ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇഞ്ചോടിഞ്ച് തുഴഞ്ഞ് അങ്ങ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ് ചെറുതനയും നടുവിലെ പറമ്പനും. മറ്റ് 2 വള്ളങ്ങളും പായിപ്പാടനും കരുവറ്റ പുത്തൻചുണ്ടനും അല്പം പുറകിലാണ്. എന്നാലും വാശിക്ക് കുറവില്ല. രണ്ടും മൂന്നും ട്രാക്കിലുള്ള വള്ളങ്ങൾ തമ്മിൽ വാശിയോടുകൂടിയുള്ള പോരാട്ടം. കട്ടയ്ക്ക് കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടാം ഹിറ്റ്സിൽ കരുവാറ്റ പുത്തൻചുണ്ടൻ, ചെറുതന ചുണ്ടൻ. ആരാണ് ഒന്നാമത് ആരാണ് രണ്ടാമത് എന്ന് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. ഒരു രക്ഷയുമില്ലാത്ത മത്സരം. വലിയ വാശിയോടുകൂടി തുഴ കുത്തിയറിഞ്ഞ് മാറിയിരിക്കുന്നു. കട്ടയ്ക്ക് വരുന്ന മത്സരം. എന്തൊരു കഴകാണ്, എന്തൊരവസ്ഥയാണ്, എന്തൊരു കാഴ്ചയാണിത്. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ഒറ്റയ്ക്ക് ഇതാ ആരാണ് മുന്നിലെന്ന് ഇവിടെ പറയാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള മത്സരം കാണുന്നുണ്ട്. അത് ചെറുതനെയാണോ നടുവിലെ പറമ്പനാണോ ആരാണ് മുന്നിലെന്ന് പറയാൻ വയ്യ. സെക്കൻഡുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ഹീറ്റ്സ് പൂർത്തിയാകുന്നത്. പായിപ്പാടൻ നമ്പർ 2 ആണ് നാലാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ചത്. പായിപ്പാടനാണ് മുന്നിൽ എന്നായിരുന്നു നമ്മൾ കണ്ടത്. പായിപ്പാടനാണോ കരുവറ്റയാണോ നടുവിലെ പറമ്പനാണോ അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. എന്തൊരു കാഴ്ചയാണ്. 2 വള്ളങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം. ഒരു സമയത്തും നമ്മൾ ഇങ്ങനെ കാഴ്ച കണ്ടിട്ടില്ല. നേരത്തെ കാരിച്ചാൽ കടന്നു പോരുകയായിരുന്നു. പക്ഷേ ഇത് കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്കുള്ള ഒരു മത്സരമായിരുന്നു. നല്ല മത്സരമായിരുന്നു. സ്വാഭാവികമായിട്ടും മഴയൊന്നും മാറി നിൽക്കുന്ന സമയമാണ്. ആ മഴ മാറി നിൽക്കുന്നു. എന്നാൽ അന്തരീക്ഷത്തിനും കായൽപ്പരപ്പിനും ചൂട് പിടിക്കുന്നു. തീവാർന്ന പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് പാഞ്ഞു വരുന്ന വള്ളമാണ് നമ്മൾ കാണുന്നത്. കുതിച്ചു വരുന്ന ഒരു വള്ളം. വെള്ളത്തുള്ളികളെ തള്ളി മാറ്റിക്കൊണ്ട് കുതിച്ചു വരുന്ന ഒരു വള്ളം. ഇതിനേക്കാൾ വേഗതയിൽ വരുന്ന ഒരു വള്ളമുണ്ട്. അത് ഇരുട്ടുകുത്തിയാണ്. പക്ഷേ ചുണ്ടൻ വരുമ്പോൾ, രാജാവ് വരുമ്പോൾ, അല്ലെ ആനയെ അണിയിച്ചൊരുക്കി മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷമില്ലേ, അതുപോലെയല്ലേ ആ വള്ളങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ച. എന്തൊരു ആവേശമാണ്. അവസാനം വരുന്ന ഒരു വള്ളമുണ്ട്. അവർക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്കും തുഴഞ്ഞിഞ്ഞ് വന്നാൽ മതി. തോറ്റാലും കുഴപ്പമില്ല. ഞങ്ങൾ ഈ വള്ളങ്ങളിൽ മത്സരിച്ചു. ആ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ തോറ്റുപോയി. പക്ഷേ ഞങ്ങൾ ഈ വള്ളങ്ങളിൽ മത്സരിച്ചു. അവർ തമ്മിൽ ഒരു മത്സരമുണ്ട്. ഒന്നാമത്തെ ട്രാക്കിലും 4ാമത്തെ ട്രാക്കിലും വരുന്ന ആ 2 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമുണ്ട്. നടുവിലെ പറമ്പനും പായിപ്പാടനും തമ്മിലുള്ള മത്സരം. ചെറുതനെയും കരുവാറ്റ പുത്തൻചുണ്ടൻ 1ാം ട്രാക്കിൽ, പായിപ്പാടൻ നമ്പർ 2 2ാം ട്രാക്കിൽ. അവർ തമ്മിലൊരു മത്സരമാണ്. എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് ഇനി മത്സരിക്കേണ്ടതുണ്ട്. കാര്യം ഇവരെല്ലാം വീണ്ടും മത്സരിക്കണം കേട്ടോ. അതായത് മത്സരിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ ഏത് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കണമെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു മത്സരമാണ്. അതിനുവേണ്ടി 1, 2 സ്ഥാനത്ത് വേണ്ടിയുള്ള മത്സരം, 2, 3, 4 സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം. വാശിയോടുകൂടിയുള്ള മത്സരം. പായിപ്പാടൻ നമ്പർ 2, അതായത് 4 തവണ നെഹ്റു ട്രോഫി നേടിയ പായിപ്പാടൻ നമ്പർ 2